ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ 1258 ദിവസം. ഇന്ന് പെന്തിക്കോസ്തിക്ക് ശേഷം വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ച. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം ശുദ്ധമുള്ള യോഹന്നാൻ 6-ാം അധ്യായം 26 മുതൽ 35 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ്. 5000 പേരെ അപ്പം കൊണ്ട് തൃപ്തിപ്പെടുത്തിയതിനു ശേഷം വീണ്ടും ജനങ്ങൾ യേശുതമ്പുരാനെ അന്വേഷിച്ചു വന്നു. യേശുതമ്പുരാനാകട്ടെ അവരുടെ മനസ്സ് വായിച്ചു. യേശുതമ്പുരാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം നിന്ന് തൃപ്തരായതുകൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്. അത്ഭുതം കണ്ടിട്ടും അനുഭവിച്ചിട്ടും അവർക്ക് യേശുവിനെ തിരിച്ചറിയുവാനായിട്ട് സാധിച്ചില്ല. വയറിന്റെ സംതൃപ്തിയായിരുന്നു അവർക്ക് ആവശ്യം. ഭൂമിയിലെ അനുഗ്രഹമായിരുന്നു അവർക്ക് ആവശ്യം. ഇന്ന് നമ്മിൽ പലരും പ്രശ്നപരിഹാരത്തിനും സാമ്പത്തികമായ നേട്ടങ്ങൾക്കും നമ്മുടെ മറ്റ് ആവശ്യങ്ങൾക്കുമായി മാത്രം ദൈവത്തെ അന്വേഷിക്കുന്നു. കർത്താവ് നമ്മോട് പറയുകയാണ്, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനായി തന്നെ പ്രവർത്തിക്കുവിൻ എന്ന്. ഇന്ന് നമുക്കുള്ളതായ സമ്പത്തും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ താൽക്കാലികമാണെന്നും നശിച്ചു പോകുന്നതാണെന്നും അറിയാമായിരുന്നിട്ടും എന്തേ നമുക്കാർക്കും നിത്യജീവന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നില്ല? യേശു പറഞ്ഞു, ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. ജീവന്റെ അപ്പമായ യേശുവിന്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലുവാനായിട്ട് നമുക്ക് സാധിക്കണം. അവനെ ആഴത്തിൽ വിശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കാരണം നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് നിത്യജീവൻ തന്നെയാണ്. അതേ പ്രിയമുള്ളവരെ, ജീവന്റെ അപ്പമായ നമ്മുടെ കർത്താവ് യേശു തമ്പുരാനെ നമ്മുടെ ഉള്ളത്തിൽ നമുക്ക് സ്വീകരിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.